ഹായ് ഫ്രണ്ട്സ്, ഭയങ്കര ചൂട് കാരണം നമുക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. അപ്പം നമുക്ക് ചെറിയ രീതിയിലൊരു ലൈറ്റായിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം വെച്ച് നമുക്ക് ഉച്ചയ്ക്ക് ഒരു മണി 2 മണി സമയത്ത് നമുക്ക് ചെറിയൊരു ജ്യൂസ് കുടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഓമയ്ക്ക കിട്ടിയിട്ടുണ്ട്, പപ്പായ. അപ്പോൾ അത് വെച്ച് ഞാനിവിടെ സിമ്പിളായിട്ടൊരു ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അപ്പോൾ അതിന് ഏലക്കയുടെ തൊലിയില്ലാത്ത 2 ഏലക്കയുടെ അരി മാത്രം 2 പീസ് എടുത്തിട്ട് അതും കൂടി മിക്സ് ചെയ്തു. അപ്പോൾ ഓമയ്ക്കയ്ക്ക് അധികം മധുരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ശകലം പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. ഷുഗർ ശകലം ഉപയോഗിച്ചിട്ട് അതിന് 2 ഐസ് ക്യൂബ് ഇടുന്നുണ്ട്. ഐസ്ക്രീം ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് തണുക്കാൻ വേണ്ടി ഐസ് ക്യൂബ് ഇട്ടാലും നല്ലതാണ്. അപ്പോൾ ഐസ് ക്യൂബുണ്ട്. ഐസ് ക്യൂബ് ഇട്ട് ഒരു അര ഗ്ലാസ് പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിനേക്കായി നല്ലപോലെ പഴുത്ത ഓമയ്ക്കായിരുന്നെങ്കിൽ നല്ലപോലെ പെട്ടെന്നൊന്ന് കറക്കിയാൽ മതി, നല്ലപോലെ പേസ്റ്റായി. എനിക്കാണെങ്കിൽ ശകലം പഴുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് എനിക്ക് ഇച്ചിരി സമയം വേണ്ടി വന്നു അതൊന്ന് ജ്യൂസാക്കാൻ. അപ്പം കാഷ്യൂനട്ടും കൂടി ക്രിസ്പ് ചെയ്തിട്ട് നമ്മളത് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ചെറിയ രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് ഞാനൊരു പപ്പായ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു.